ശരിക്കും ഈ റോസ്റ്റിംഗ് എന്താണ്? ഞാൻ ഈ വളവള അടിച്ച് നിങ്ങളടുത്ത് പറഞ്ഞു തരണേക്കാളും കൂടുതലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ സോഷ്യൽ മീഡിയ ടൗൺ ടോക്ക് ഓഫ് ദ ടൗൺ വിഷു ആയിക്കൊണ്ടിരിക്കുന്നത് ബിഗ് റോസ്റ്റ് കൽബ് സിനിമയിൽ നടിച്ചവരെ വിളിച്ച് പിടച്ചു വിട്ടെന്നാണ്. അതിൽ വികാരം കൊണ്ട് കുടുംബത്തിനകത്ത് കുരുപൊട്ടിയ പോലെ പലരും എടുത്തിട്ട് റിയാക്ട് ചെയ്യണുണ്ട്. പിന്നെ എന്റെ മേഖല ഇപ്പൊ അതായത് കൊണ്ട് ഞാൻ റോസ്റ്റിംഗ് ചെയ്തത് കൊണ്ട് ഫുഡ് റോസ്റ്റിംഗ് ആണെങ്കിൽ പോലും എന്റെ ഒരു കൈയും ലേശം സ്വല്പം കാലും കൂടെ അതിനകത്ത് വെക്കാതെ ഞാനും അങ്ങോട്ട് കരുതി. അപ്പൊ നമുക്ക് സംഭവത്തിന് ആസ്പദമായ വീഡിയോ ഒന്ന് കാണാം. ആദ്യം പുള്ളിക്കാരനാരാ മൈക്ക് കൊടുത്തത്? അല്ല, നിങ്ങൾ കൽവിന്റെ ടീമിനല്ലേ ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചത്? ഇതിലിപ്പോ ആരൊക്കെ ഇരിക്കണ? ചൂരല്, ഇത് അറിഞ്ഞൂടാ, പുതുമുഖം, ഇത് പുതുമുഖം, കാർത്തിക് ശങ്കരൻ. ഇതാരുടെ ഇതൊക്കെ ആരുടെ? അല്ല, ഇവന്മാർക്ക് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. പിന്നെയാണ് നമുക്ക്. അപ്പൊ വിഷയം അബു സലീം നിങ്ങൾക്ക് അറിയാമോ? ഈ അബു സലീം അല്ല, അതാണ്ട് ഈ അബു സലീം. നമ്മളൊക്കെ കണ്ടന്റ് ക്രിയേഷന്റെ കാണും മുമ്പേ ചൈന ഫോണിൽ ചയ്യ കേട്ടോണ്ട് നടന്ന ബംഗാളി വരെ വയറ്റത്തടിച്ച് പ്രോത്സാഹനം കൊടുത്ത ചെറുക്കനാണിത്. അവരൊരു വാണോന്ന് വിളിച്ച, അതാണ് ഇവിടുത്തെ വിഷയം. ശരിക്കും റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തനമൊന്നും അല്ല. ഇവിടെ അർജു കാണിക്കണ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞിരിക്കണം നിങ്ങൾ. അയ്യോ, അത് ഹോമിയോപ്പതി മരുന്ന് പോലെയാണ്. നേർപ്പിക്കും തോറും വീര്യം കൂടുന്ന് പറഞ്ഞ തീറിയില്ലേ, അതുപോലെ ആർക്കും ഉപദ്രവം ചെയ്യാത്തൊരു ഉറക്ക ഗുളിയാണ് അർജുവിന്റെ റോസ്റ്റിംഗ്. പക്ഷേങ്കിൽ ഈ ബിരുദന്മാർ അക്രമകാരികളാണ്. അവർക്ക് പണി അറിയാം എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ടായിരിക്കും വാ തുറന്ന് നല്ലത് പറയാൻ നക്കാനും മാത്രം നാക്ക് വെളിയിലെടുക്കണവന്മാർക്ക് അവിട്ടം പൊട്ടിയത്. ശരിക്കും റോസ്റ്റിംഗിന്റെ പേരിൽ കട്ട റേസിസും അബ്യൂസീവ് ലാംഗ്വേജും ബോഡി ഷേമിങ്ങും ഒക്കെ മുഖത്ത് നോക്കി പറയണ സ്റ്റാൻഡപ്പ് കൊമീഡിയൻസ് ഉണ്ട്. അതങ്ങ് വെസ്റ്റേൺ കൾച്ചറിലാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോണ്ടല്ലോ അല്ലേ? എന്നാൽ ഇന്ത്യയിലുണ്ട് ഇതുപോലെ ഒരുപാട് ആൾക്കാരൊക്കെ. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ ചില പേര് കേട്ടാൽ മനസ്സിലാവുന്ന ഒരു സോഷ്യൽ മീഡിയ താരമാണ് കാരി മിനാറ്റി. നിങ്ങൾ കേട്ടുണ്ടായിരിക്കാൻ സാധ്യത ഉണ്ടായിരിക്കാം. വാ തുറന്ന അവരാതെ അളവില്ലാതെ ആരെന്നറിയാതെ ആരെന്ന് നോക്കാതെ ഇരുട്ടത്തും വെളിച്ചത്തും ഉറക്കത്തില് ഊണില് ഇരുന്നും നിന്നും കിടന്നും മലന്നും അറഞ്ചം പുറഞ്ച റോസ്റ്റുന്നവനാണ്. ആർക്കെങ്കിലും അറിയാമോ എന്തോ? ആർക്കറിയാം? രാവിലെ മൊത്തം അന്യബന്ധ ആഭാസമാണ്, അബദ്ധമാണ്, അനുവദിച്ചാൽ ആപത്താണ് എന്ന് പറയുന്നവന്മാര് രാത്രി രാഗി മിനിക്ക് റെമ്പോച്ചുമായി രഹസ്യ സംഘത്തിൽ പ്രവർത്തനം നടത്താൻ പോണവന്മാരടുത്ത് റാപ്പ് ബാറ്റിലിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? പിന്നെ അവിടെ കൂടി ഇരിക്കണവന്മാരത്ത് ഒളിച്ചുപോയ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് ഓസ്കാർ കൊടുക്കാൻ വിളിച്ചോണ്ടിരുത്തിക്കണേന്നല്ല അവന്മാരാ. ഇവിടെ പിടിച്ചിരുത്തി അറുത്ത് വിടുന്നു വ്യക്തമായിട്ട് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും അവന്മാർ ഇവിടെ കൊണ്ടിരുത്തിയേക്കണേ. അവിടെ വ്യക്തി മേളിച്ചിരിക്കണവന്മാരൊന്നും ചെറിയ പുള്ളികളൊന്നുമല്ല. അവന്മാർ അങ്ങോട്ട് വാ തുറന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി തിരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കണവന്മാര് 3 വട്ടം മുള്ളി നിക്കറ് 3 വട്ടം മാറ്റേണ്ടി വരും. അതുകൊണ്ട് മിക്കവാറും അവന്മാർ മിണ്ടാതിരിക്കണത് അവരിതിനോട് സഹകരിക്കുന്നതും മനഃപൂർവ്വമാണ് സാധ്യത. അപ്പൊ ഇനി ഞാൻ തനി തങ്കത്തിപ്പൊതിഞ്ഞ മലയാളി കോണം കാണിക്കും. നമുക്ക് വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. അത് ഇത് ആക്ച്വലി ഈ ഒരു പ്രോജക്റ്റ് സായിദ് അത്രയും വർഷമായിട്ട് കയ്യിലുള്ളൊരു പ്രോജക്റ്റ്. അപ്പം ഇടയ്ക്കത് ഈ പറഞ്ഞ പോലെ ഒന്ന് ഓൺ ആവും. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ സിനിമയല്ലേ, ചില കാരണങ്ങൾ കൊണ്ട് ഒന്ന് ഓഫ് ആവും. അപ്പോൾ ആ പ്രോജക്റ്റ് അങ്ങനെ ചിലപ്പോൾ പിന്നെയും ഇപ്പോഴാണ് ഫൈനലി ഒന്ന് ഓൺ ആയത്. ഇതിന് ബൾബെന്ന് പേരിട്ടാ പോരായിരുന്നു. ഇത്ര ഓൺ ഓഫ് ആവുന്നെങ്കിൽ ബൾബ് തന്നെ പേരിടുന്ന നല്ലത്. അയ്യേ, ബൾബ് എന്നാ ഈ ചളി ഇതിനേക്കാളും ഭേദം മറ്റു പ്രസംഗാണന്റെ പാട്ടാണ്. ഇത്തവണത്തെ ചളീശ്വരം പട്ട നിനക്ക് തന്നെ. ലെറ്റ്സ് ഗോ. ആ ചെക്കനെ സ്കൂളിൽ നിന്ന് വിടാൻ ടീച്ചറിന്റെ പെർമിഷൻ ഒക്കെ എടുത്തായിരുന്നു നിങ്ങള്? ഈ ഡയലോഗാണ് സത്യത്തിൽ എല്ലാത്തിനും തുടങ്ങും കേട്ടോ. ഈ ഡയലോഗ് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. നല്ല ക്ലോസറ്റ് ഡയലോഗ് കേട്ടാ, സൂപ്പർ. ചുമ്മാ കൊള്ളാതെ ചെയ്യാം. റോസ്റ്റിംഗ് ഇങ്ങനെ തന്നെ കേട്ടാ, കൊള്ളാം ബോയ്സ്, നൈസ്. നമ്മള് സോങ്ങിന്റെ ഷൂട്ട് ചെയ്യുമ്പോ ജോധ്പൂർ പോയപ്പോ അവിടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും. ജോധ്പൂരിലോ? അതെ, ബംഗ്ലാദേശിലൊക്കെ ഫാൻസ് ഉള്ള ബംഗ്ലാദേശിലൊക്കെ ഫാൻസ് ഉള്ള വാണോ എന്നാ? അല്ല, ആരായി പറയുന്നേ? ആറാട്ടണനെ ആരാധിച്ചവനെ, അളിയൻ ജോഷ് പയറേരയെ ആവാഹിച്ചവനെ, ടാലന്റ് തപ്പി ടൈലർ ഷോപ്പിൽ പോണ ഇവന്മാരൊക്കെയാണ് ഇവിടെ വന്നിരുന്ന് മറ്റുള്ളവരെ ഊക്കി വിടുന്നത്. അണ്ണ അത് ഇച്ചിരി കൂടുതലായി പോയി. വാണമൊക്കെ അൺപാർലമെന്ററി ആക്കിയത് അണ്ണ അറിഞ്ഞില്ലായിരുന്ന? ഇപ്പോഴാണെങ്കിൽ ദീപാവലിക്ക് പോലും 10 മണി വരെ വാണം വേടും. അപ്പോഴാണ് അണ്ണൻ വാണം വേട് പബ്ലിക്കേറ്റ് വന്നിരുന്ന് വിട്ട് കളിക്കണ വിട്ടുപിടി. ഇമ്മാതിരി അബ്യൂസീവ് ആണെന്ന് തോന്നുന്ന സാധനമൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവും പക്വതയും വിവരവും വിദ്യാഭ്യാസവും തലച്ചോറിന്റെ വളർച്ചയും പൂർണ്ണ വളർച്ചയും നഗ്നത വളർച്ചയും ഒന്നും ഇന്ത്യൻ മലയാളികൾക്കൊന്നും ഉണ്ടായിട്ടില്ല ബ്രോ. നിങ്ങൾ ആദ്യം ബീറ്റ വേർഷൻ ഇറക്കുക റോസ്റ്റിംഗിന്റെ. അതിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ പിന്നെ പ്രോയോ അൾട്രാ പ്രോ മാക്സോ ഒക്കെ ഇറക്കാം. ഏത് പാട്ട് കണ്ടപ്പോഴത് ഈ പാട്ടൊക്കെ ശരിക്കും വീട്ടുകാർ അലോ ചെയ്തായിരുന്നു? കാരണം ഒരുപാട് എക്സ്പോസ് ചെയ്യുന്നുണ്ടല്ലോ. നിപ്പിൾ സ്ലിപ്പൊക്കെ ഉണ്ടല്ലോ. എന്റേതോ അങ്ങനെയൊന്നും ഇല്ലല്ലോ പാട്ടില്. നിന്റെ അല്ല, നിന്റെ. ഇതാണ് ഈ സിനിമയിലെ നായകനെന്ന് തോന്നുന്നു കേട്ടോ. ഇവനെ ശ്രദ്ധിച്ചു വെച്ചു. ഇവനാണെങ്കിൽ അടുത്തിരുന്ന ആരെങ്കിലും ഒരാൾ കോട്ട ഇട്ട് അപ്പ ഇഞ്ചിയാവും. ചുമ്മാ ഇഞ്ചി ആവട്ടെ. ഇവനാണെങ്കിൽ വന്നപ്പോൾ മുതൽ മോഹമൊക്കെ മാറി ഇഞ്ചിയും ജീവിതം വെറുത്തിരിക്കുകയാണ്. അടുത്തിരിക്കുന്നവൻ പുഴുത്തിരിക്കുമ്പോൾ തന്നെ നല്ല കറക്റ്റ് ഇഞ്ചി മോന്ത എക്സ്പ്രഷനും കൂടി ഇട്ടോടും അവന്. ഞാൻ ആക്ടറാണ്, സിംഗറാണ്, യോഗ ടീച്ചറുമാണ്. ഒന്ന് കാണിക്കോ ആസനം? അല്ല, ഒരു ആസനം കാണിക്കോ? അയ്യേ, ഈ വികാരജീവിനെയൊക്കെ ആരുടെ പിടിച്ച് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടിരുത്തിയത്? ഇവനൊക്കെ പരീക്ഷയിലും ബി ഗ്രേഡ് ആയിരിക്കും, ഇവരുടെ സ്വഭാവം ബി ഗ്രേഡ്.
അപ്പൊ ഞാൻ കാര്യമായിട്ട് പറഞ്ഞ വിത്ത് റോസ്റ്റ് ആ റോസ്റ്റ് അവരവരെ പണി നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. കോമഡി അല്പം കുറവും ട്രാജഡി അല്പം കൂടുതലായിരുന്നെങ്കിൽ പോലും സംഭവം കൊള്ളായിരുന്നു. ചുമ്മാ കൊള്ളായിരുന്നു കേട്ടോ. ഇവരുടെ റോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇങ്ങനെയൊക്കെ തന്നെ റോസ്റ്റിംഗ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. എൻ്റെ പരിമിതമായ അറിവിനും തോന്നിയാണ് അവരവരെ പണി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ ചിലപ്പോൾ ഒഫൻസീവായിട്ട് നമ്മുടെ സമൂഹത്തിന് അത് തോന്നാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ. ഇവിടെ ഒരു കാര്യവും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആരും ചെയ്യുന്നില്ല. അപ്പോൾ ചിലപ്പോൾ തോന്നാം, എങ്കിലും ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കുക. നമ്മൾ ഒരിക്കലും സായിപ്പിൻ്റെ തലച്ചോറിനായിട്ട് ഈ ഇടയ്ക്കൊന്നും പരിണമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ അബ്യൂസീവായിട്ടും ഈ ബോഡി ഷേമിംഗ് ഒക്കെ ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ആക്ച്വലി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ചിലപ്പോഴേ പണി കിട്ടും. മനുഷ്യന്മാർക്കിടയിലെ ഉന്നതന്മാരായ മലരന്മാരാവാൻ മലയാളികൾ ശ്രമിക്കുന്ന കാലത്തോളം നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിനകത്ത് എടുക്കത്തൂല, ദഹിക്കത്തൂല. ബീച്ചിൽ ബിക്കിനിട്ട് വന്ന കൾച്ചറലിസ്റ്റ് ഫെല്ലോസ് എന്ന് പറയുന്ന പ്രാകൃത പാരമ്പര്യമുള്ളവരുടെ നാടാണ് ഇത്. അവിടെ സാരി ഉടുത്ത് സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞ് നടക്കുന്നതാണ് ശരി എന്ന് വാദിക്കുന്ന ആൾക്കാരുള്ള നാട്ടിൽ നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശരി ഗൈസ്, എന്തായാലും ഈ പുതിയ പ്രൊമോഷന്റെ ആശയം വളരെ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. കീപ് ഗോയിങ് വിത്ത് ദിസ് വിത്തൗട്ട് റോസ്റ്റ് വിത്ത് റോസ്റ്റ്. അപ്പൊ ശരി എന്നാ ആയുഷ്മാൻ ഖുറാന.